തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ പരമിതിയിലേക്ക് എത്തുന്നൊരു സമയം കൂടിയാണ്. പ്രചാരണവും ഒക്കെ വെള്ളത്തിലായിട്ടുണ്ട്. അമൽ തേനമ്പറമ്പിൽ കൂടിയുണ്ട്. അമൽ, അപ്രതീക്ഷിതമായ മഴ പെയ്യുകയാണ്. അതിശക്തമായ മഴയായിരുന്നു. പ്രചാരണത്തെ എങ്ങനെ ബാധിച്ചു? രതീഷ, ഇന്ന് ഒരു ഉച്ചയ്ക്ക് തുടങ്ങിയ മഴയാണ്. ആ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട്. മലയോര മേഖല, അതോടൊപ്പം തന്നെ നഗരമേഖല, ഇങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലായിടത്തും ഒരുപോലെ തന്നെ മഴ പെയ്യുന്നു. ഇത് തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥികൾക്ക് തിരുവനന്തപുരം നഗരത്തിലെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ ഈ വീടുകളിലൊക്കെ ആളുകളുള്ള സമയമെന്ന് പറയുന്നത് രാവിലെയും അതോടൊപ്പം തന്നെ ഈ വൈകുന്നേരത്തോടു കൂടിയുള്ള സമയത്താണ്. ആ സമയത്ത് ഇങ്ങനെ മഴ പെയ്യുന്നത് സ്ഥാനാർത്ഥികൾ ഈ വീടുകളിലേക്കൊക്കെ എത്തുന്നതിന് ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഈ പുറത്തിറങ്ങിയുള്ള പരസ്യ പ്രചരണത്തിലേക്ക് സ്ഥാനാർത്ഥികൾ കടന്നിരിക്കുന്ന ഒരു സമയത്ത് ഈ മഴ അവരെ നല്ല ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തെ കെടുത്താൻ ഈ മഴ കൊണ്ടാകില്ല എന്നുള്ളതാണ് സ്ഥാനാർത്ഥികളെല്ലാം പറയുന്നത്. വീടുകളിലേക്ക് എത്തി അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ആളുകളെ കാണേണ്ട ആളുകളെയൊക്കെ കണ്ടുള്ള പ്രചരണങ്ങളിലാണ് ഈ മഴ സമയത്ത് സ്ഥാനാർത്ഥികളുള്ളത്. മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും കൺവെൻഷനുകളും മറ്റുമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കൺവെൻഷനുകളൊക്കെ മഴയിൽ കുതിരുന്ന ഒരവസ്ഥയുണ്ട്. അത് പല പരിപാടികളും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തേണ്ട പരിപാടിയായതിനാൽ തന്നെ ഈ പറയുന്ന ഗ്രൗണ്ടുകളിലും മറ്റുമൊക്കെ ആയിരിക്കും മിക്കവാറും കൺവെൻഷനുകളും മറ്റുമൊക്കെ നടക്കുന്നത്, പ്രത്യേകിച്ചും കോർപ്പറേഷൻ പരിധിയിൽ. അതിനാൽ തന്നെ അതൊക്കെ മാറ്റിവെക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അതൊക്കെ ഈ മഴയിൽ കുതിരുന്ന ഒരവസ്ഥയുണ്ട്. എങ്കിലും പരമാവധി ആളുകളെ വീടുകളിൽ കയറി കാണുക, നേരിട്ടെത്തി കാണുക എന്നൊരു തന്ത്രവുമായി സ്ഥാനാർത്ഥികളെല്ലാം സജീവമാകുന്നുണ്ട്. പക്ഷേ ഈ മഴ അവർക്കൊരു വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി വരും ദിവസങ്ങളിലും മഴ തുടരുമോ എന്നുള്ളതാണ് സ്ഥാനാർത്ഥികൾക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക.